ഇന്നത്തെ കാലാവസ്ഥ എന്ത് രസമുണ്ടല്ലേ. വേഗം ഓടിക്ക് പത്തുള്ളൂ, വേഗം ഓടിക്ക്, സ്പീഡിൽ പോ. നിന്നെ പോലത്തെ തടിയന്മാരൊക്കെ വെച്ച് ഇത്രക്ക് സ്പീഡിലേ പോകാൻ പറ്റൂ. രക്ഷിക്കൂ, രക്ഷിക്കൂ, ആരെങ്കിലും സഹായിക്കണേ, രക്ഷിക്കൂ. മമ്മി, ഡാഡി, രക്ഷിക്കൂ, രക്ഷിക്കൂ, രക്ഷിക്കൂ. അങ്ങോട്ട് നോക്ക്, ശബ്ദം ആ പൂമ്പാറ്റയിൽ നിന്നാ വരുന്നത്. പക്ഷേ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? വരൂ, ആ കാക്കിയെ ഓടിച്ചിട്ട് നോക്കാം. പേടിക്കാതിരിക്കൂ, ഞാനൊരു ദേവതയാണ്. ചിത്രശലഭമായി ഭൂമിയെ ചുറ്റിക്കാണാൻ വന്നതാ. പക്ഷെ ഒരു കാക്ക എന്നെ പിടിച്ചു. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് 3 വരങ്ങൾ തരാൻ ഞാൻ തയ്യാറാണ്. ദേവതേ, ദേവതേ, എനിക്കെപ്പോഴും സമോസ തിന്നാനാണ് കൊതി. പക്ഷെ ആ ചായക്കട ചേട്ടൻ എനിക്ക് തിന്നാനേ തരൂല. അയാളുടെ കടയിൽ ഇരുന്നോണ്ട് ഈച്ചയൊക്കെ ഫ്രീ ആയിട്ട് സമോസ കഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മാത്രം തരുന്നില്ല. ശരി, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എത്ര വേണമെങ്കിലും ഒരു ഈച്ചയായി മാറി എത്ര സമൂസ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. പക്ഷികൾക്കുള്ള എല്ലാ ശക്തികളും നിങ്ങൾക്കുമുണ്ടാകും. നിങ്ങൾ എന്താഗ്രഹിച്ചാലും അതെല്ലാം നടക്കും. അതിനുവേണ്ടി പറയേണ്ടത് ഇത്രമാത്രം: ജി ബൂംബ പക്ഷി, ജി ബൂംബ പറക്കട്ടെ. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കണം. ഞാൻ സന്തോഷമായിരിക്കണം. എനിക്കിപ്പോ പറക്കാൻ പറ്റുന്നുണ്ട്. ആരോടും ചോദിക്കാതെ തോന്നുമ്പോഴൊക്കെ എനിക്ക് സമോസ എടുത്ത് തിന്നാൻ പറ്റും. മോട്ടു, മോട്ടു, അവിടെ നിക്ക്, അവിടെ നിക്ക്. അങ്ങനെ ചെയ്യരുത് മോട്ടു, നിക്കവിടെ. എന്റെ മോട്ടു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മോട്ടു, അവിടെ നിക്ക്. ഇങ്ങനെ മണ്ടത്തരം എന്തിനാ കാണിക്കുന്നത്? ഞാൻ പറയുന്നതൊന്ന് കേക്ക് മോട്ടു. നിക്ക്, ഞാനാ പറയുന്നത്, അവിടെ നിക്ക്. മോട്ടു, 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 ഒന്ന് നിക്ക്. ഏയ്, ആരെയാടാ നീ മോട്ടൂന്ന് വിളിക്കുന്നത്? ഇടി വേണോ? ഞാൻ നിങ്ങളെ വിളിച്ചതല്ല. നിങ്ങളുടെ സൈക്കിളിന്റെ ഹാൻഡിലിന്റെ മുകളിൽ ഒരാൾ ഇരിക്കുന്നില്ലേ, അയാളെ വിളിച്ചതാ. എന്തോന്നിത്? മോട്ടുപത്ലു, വിടില്ല ഞാൻ. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. അറിയാമായിരുന്നു, എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഞാൻ വിടണമെങ്കിൽ അതിന്റെ അടുത്ത് മോട്ടുപത്ലു എവിടെയെങ്കിലും ഉണ്ടായിരിക്കുമെന്ന്. ഞാൻ നിങ്ങളെ വിടില്ല. നിങ്ങൾ രണ്ടാളും എനിക്ക് ആപത്താണ്. എവിടെ പോയി ആ മോട്ടു? നിങ്ങളെ ജയിലിനകത്താക്കിയതിന്റെ ബാക്കി കാര്യം. തൊപ്പി അഴിച്ചെടുക്ക, തൊപ്പി അഴിച്ചെടുക്ക. എന്റെ അമ്മോ, ഇതെന്തൊരു മായാജാലം! എന്റെ ക്യാപ്പ് എങ്ങനെ പറക്കുന്നത്? നിക്ക്, അവിടെ നിക്ക്. ഇൻ ദ നെയിം ഓഫ് ലോ, ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ രാജ്യമാണ് സത്യം. നിക്ക്, നിക്കാനല്ലേ പറഞ്ഞത്? എന്റെ അമ്മോ, കറക്റ്റ് സ്ഥലം. ഹലോ, സോറി മാഡം, വിരോധമില്ലെങ്കിൽ ഞാൻ എന്റെ തൊപ്പിയൊന്ന് എടുത്തോട്ടെ. നീ നിന്റെ തൊപ്പി എന്റെ തലയിൽ വെച്ചു. ഞാൻ വിടില്ല. നീ എവിടേക്കായി പോണത്? നിന്നെ ഇപ്പൊ തന്നെ ജയിലിനകത്ത് ഇടും ഞാൻ. നീ മറന്നുപോയോ? ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. ചിങ്കം സാറേ, മോട്ടുവിന്റെ ജീവൻ അപകടത്തിലാണ്. എനിക്ക് പോയേ പറ്റൂ. എന്നെ ഒന്ന് വിട്ടേക്ക് പ്ലീസ്. Why fear when Chingam is here? ഞാൻ അവനെ രക്ഷപ്പെടുത്താം. ബൈ ബൈ. നല്ല മണം. ജീവിതത്തിൽ അങ്ങനെ വന്നു എനിക്ക് സൗഭാഗ്യം. അങ്ങനെ ഞാൻ തിന്നാൻ പോകുന്ന ചൂടുള്ള സമൂസ.
എന്ത് രസം, എന്ത് രസം. അത് ശരി, ഈ മോട്ടു ആ ഡോക്ടർ ജഡ്കയുടെ ഒരു ഗാഡ്ജറ്റ് കൊണ്ട് ചെറുതായി മാറിയിരിക്കുകയാണല്ലേ. എന്നിട്ട് സമോസ ഫ്രീ ആയിട്ട് കഴിക്കാമല്ലോ. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. നിന്നെ കൊല്ലാനുള്ള ബാറ്റ് ഞാൻ ഇന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതേ ഉള്ളൂ. മോട്ടു, നിന്റെ കഥ കഴിഞ്ഞു. ഇനി നിന്നെ ആർക്കും രക്ഷിക്കാനാവില്ല. സോറി ചായക്കട ചേട്ടാ, വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാ. സമോസയും കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയത് മഹാഭാഗ്യം. ശത്രു 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 നമ്മുടെ താവളം ആക്രമിക്കാൻ വന്നിരിക്കുന്നു. ആക്രമിക്കൂ. അല്ല, നിങ്ങളൊക്കെ എന്തിനാ എന്റെ പുറകിൽ വരുന്നത്? രക്ഷിക്കൂ. ഞാൻ പറയുന്നത് കേക്ക്, ഒന്ന് നിൽക്കൂ. ഞാൻ ഈ ട്രക്കിന്റെ അടുത്ത് ചെന്നിട്ട് ഒറ്റ പറക്കല് മേലോട്ടേക്ക്. അപ്പൊ അവരൊക്കെ ഈ ട്രക്കിലിടിച്ച് ചത്തോളും. അതെ. വരൂ തേനീച്ചകളെ, നിങ്ങൾക്ക് സ്പീഡിൽ പറക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ മനുഷ്യരെ പോലെ ബുദ്ധിപൂർവ്വം സ്പീഡിൽ ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. എന്റെ അമ്മോ! എന്റെ അമ്മോ, ആ മോട്ടു ഇവിടെ തന്നെ ഉണ്ടാവും. 100% അവൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. എവിടെ അവൻ? എവിടെ അവൻ? ഇന്ന് ഞാൻ അവനെ വിടുന്ന പ്രശ്നമേ ഇല്ല. വേണ്ട, 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 വേണ്ട. അമ്മേ, രക്ഷിക്കൂ. മോട്ടു, എന്താ സംഭവിച്ചേ? ആ തേനീച്ചകളൊക്കെ എന്നെ വല്ലാതെ കുത്തി. എങ്ങനെയാന്നറിയോ? തയ്യൽ മെഷീൻ ഇടയിൽപ്പെട്ട തുണിയെ പോലെ, ബാർബർ മുടി വെട്ടുന്നത് പോലെ. ചെറുതാണെങ്കിലും ഇവരുടെയൊക്കെ കുത്തൊരു 1.5 കുത്താപത്തിലും. ജീബൂമ്പ പക്ഷി, ജീബൂമ്പ പറക്കട്ടെ. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കണം, സന്തോഷമായിരിക്കണം. ഞങ്ങൾ വീണ്ടും പഴയതുപോലെ വലുതാവട്ടെ. പൊളിച്ചേ! ഇനി ആ തേനീച്ചകൾക്ക് കാണിച്ചു കൊടുക്കാം. ഞാൻ ഓരോന്നിനെയായിട്ട് പഠിപ്പിക്കണം. എന്റെ കൂട്ടുകാരെ ഒക്കെ വിളിച്ചോണ്ട് വന്ന് അവറ്റകൾ ശേഖരിച്ചു വെച്ച എല്ലാ തേനുകളും എടുത്ത് കുടിച്ചു കളയണം. മിണ്ടാതിരിക്കും മോട്ടു, മിണ്ടാതിരിക്ക. അവരെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എന്റെ അമ്മോ, പത്ലു, നീ ഞങ്ങളുടെ ലോക്കപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു അല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നോടൊപ്പം ഞാൻ ഈ മോട്ടുനും ജയിലിനകത്ത് ഇട്ടിരിക്കും. അതെ സിംഗൻ സാറേ, രണ്ടുപേരെയും ജയിലിലടച്ചേക്കൂ. ഇവന്മാർ രണ്ടും എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. യു ആർ അണ്ടർ അറസ്റ്റ്. ഭാരതമാതാവാണ് സത്യം, നിയമമാണ് സത്യം, ഇന്ത്യ രാജ്യമാണ് സത്യം. നിങ്ങൾക്ക് ഇനി ഒരിക്കലും ജയിലിന്റെ പുറത്ത് വരാൻ കഴിയില്ല. നിങ്ങൾ രണ്ടാളും ഇന്ന് എന്റെ നടുവിന്റെ ബോൾട്ട് ഇളക്കില്ലേ? എന്റെ അമ്മോ! ഇവർക്ക് ജീവപര്യന്തം കൊടുത്തേക്കൂ. ജീവിതകാലം മുഴുവൻ ഇവർ അവിടെ തന്നെ കിടക്കട്ടെ. ദേവത 3 വരങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ അതിൽ 2 എണ്ണമേ എടുത്തിട്ടുള്ളൂ. ഇനി 3ാമത്തെ ബാക്കിയുണ്ട്. വേഗം പറ, ഇനി എന്താ ചോദിക്കേണ്ടത്? ജീബൂമ്പ പക്ഷി, ജീബൂമ്പ പറക്കട്ടെ. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കണം. ഞാൻ സന്തോഷമായി ഇരിക്കണം. നമുക്ക് ടൈഗറായി മാറിയിട്ട് ഇവരെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കണം. എന്റെ അമ്മോ, ഓടിക്കോ! ഇതെന്തൊരു മായാജാലം! ചായക്കടക്കാരാ, ഓടിക്കോ! രക്ഷപ്പെടാം! നഗരത്തിൽ
നഗരത്തിലെ ഒന്നാം തരം സമോസ സമൂസേ, നഗരത്തിലെ എനിക്കിനി ഒരു സെക്കൻഡ് പോലും കാത്തിരിക്കാൻ കഴിയില്ല. സമൂസേ 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 സമൂസേ. സമൂസയിലേക്ക് നോക്കിയത് മതി, ഈ ന്യൂസ് ഒന്ന് നോക്ക്. കോടീശ്വരനായ ബിസിനസ്സുകാരൻ സിംഗാനിയ സാറിന് അവരുടെ കുട്ടികൾക്ക് വേണ്ടി ട്യൂഷൻ ടീച്ചറിന് ആവശ്യമുണ്ടത്രേ. പൊളിച്ചേ. എന്നാ പിന്നെ നീ ചെന്ന് ട്യൂഷൻ പറഞ്ഞു കൊടുത്ത് പൈസ ഉണ്ടാക്ക്. ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് സമൂസ കഴിച്ചോളാം. ഓക്കെ മോട്ടു, എനിക്ക് മുമ്പ് ആരെങ്കിലും അവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ അവിടേക്ക് എത്തട്ടെ. എന്റെ ചായക്കട ചേട്ടാ, വേഗം ഒന്ന് സമൂസ തരൂ. ഇപ്പൊ 10 രൂപ ജോലി കിട്ടി. ആദ്യത്തെ അവന്റെ ശമ്പളം കിട്ടിയ ഉടനെ ചേട്ടന്റെ കടഞ്ഞു തീർത്തിരിക്കും. ആദ്യത്തെ സാലറി കിട്ടിയതിന് ശേഷം മാത്രമേ സമോസ തരുള്ളൂ. വരൂ പത്ലു സാർ. നമസ്കാരം സാറേ. നമസ്കാരം സാർ. ദീപാവലിയുടെ അവധി കഴിഞ്ഞ എന്റെ കുട്ടികൾക്ക് എക്സാം ആണ്. പക്ഷെ രണ്ടുപേരും ഭയങ്കര വികൃതികളാ. പഠിത്തത്തിലാണെങ്കിൽ രണ്ടുപേർക്ക് ഒരു ശ്രദ്ധയില്ല. അവരുടെ ക്ലാസ് ടീച്ചർ പറഞ്ഞത് ഇത്തവണയെങ്കിലും അവരുടെ പഠനകാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവര് രണ്ടുപേരും എക്സാമിന് തോറ്റുപോകുമത്രേ. സാറിന് പിള്ളേരെ പഠിപ്പിക്കാൻ സമയമൊന്നും കിട്ടാറില്ല. അതുകൊണ്ടാണല്ലോ അവർക്ക് ട്യൂഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിള്ളേർക്കാണെ പഠിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് പഠിപ്പിക്കാൻ ആരെങ്കിലും വന്നാല് എന്തേലും വികൃതി കാണിച്ചാൽ ഓടിക്കും. മാഷിനെ എന്ത് ചെയ്തു പറഞ്ഞ? അതറിയണമെങ്കിൽ അങ്ങോട്ട് നോക്ക്. ആ പോന്ന ആളെ കണ്ടോ? അയാള് 2 ദിവസം ഇവിടെ പഠിപ്പിച്ചുള്ളൂ. പുള്ളിയുടെ അവസ്ഥ കണ്ടോ? ഇങ്ങനെയുള്ള ഭീകരന്മാരായ കുട്ടികളെ ഒന്നും എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ കുട്ടികളോട് പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം. അവരിനി ആരെയും ഉപദ്രവിക്കില്ല. വരൂ എന്റെ കൂടെ. ഇതെന്റെ മോനാ ബണ്ടി, ഇത് പിങ്കി. മക്കളെ പ്ലീസ് പഠിത്തത്തിൽ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളെങ്ങാനും പ്രശ്നം ഉണ്ടാക്കിയാൽ എന്നെക്കാളും മോശക്കാരൻ പിന്നെ വേറെ എവിടെയും കാണില്ല. ഞാൻ ഇതൊന്നും കണ്ട് പേടിച്ചോടില്ല. വേഗം ബുക്ക് തുറക്ക്. സാറേ, നിങ്ങൾ എവിടെ ഇരിക്കുക? നിങ്ങളുടെ ഇരിപ്പിടം കൂടി തകർന്നില്ലേ? സാറേ, നിങ്ങൾ ഈ കസേരയിലോട്ട് അങ്ങോട്ട് ഇരുന്നോ. മര്യാദക്ക് മിണ്ടായിരുന്നു പഠിച്ചോണം. അല്ല ഞാൻ സാറിനോട് പറഞ്ഞു കൊടുക്കും. രാമു ചേട്ടാ, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുമോ പ്ലീസ്? വെള്ളം എങ്ങനെയാ കുടിക്കുക? അതിന് കൈ ആവശ്യമാണല്ലോ. എന്ത് ചെയ്യും? അല്ല, എന്റെ കൈക്ക് എന്താ പറ്റിയേ? എന്തായി ചെയ്തിരിക്കുന്നത്? എന്റെ രാമു ചേട്ടാ, നിങ്ങളും ഈ കുട്ടികളുടെ കൂടെ കൂടിയോ? അവധിക്കാലമൊക്കെ പിള്ളേരെ പഠിപ്പിക്കുമല്ലേ, ഇങ്ങനൊക്കെ ഉണ്ടാവും. ഈ ചെയറിൽ ഗ്ലൂ ഒട്ടിച്ചിട്ട് എന്നെ വിരട്ടി ഓടിക്കാൻ നോക്കണോ? ഇപ്പൊ കണ്ടോളൂ നിങ്ങളൊക്കെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. എന്താ പത്ലു, എന്താ പറ്റിയത്? ആ കുട്ടികള് ഭയങ്കര പ്രശ്നക്കാരാ. ഞാൻ അവിടെ പഠിപ്പിക്കാൻ പോവില്ല. എത്ര നല്ല ജോലിയായിരുന്നു. പക്ഷെ ആ വികൃതി കുട്ടികൾ എന്നെ അത് ചെയ്യാൻ അനുവദിക്കുന്നില്ലല്ലോ. അവിടുത്തെ വേലക്കാരൻ ചേട്ടൻ അവരോടൊപ്പം കൂടിയിരിക്കുക. നമ്മൾ ആരുടെ മുന്നിലും അങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ല. വരൂ പത്ലു, ഇപ്രാവശ്യം ഞാനും നിന്റെ കൂടെ വരാം. ഇന്നവർക്ക് നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം.
ഇപ്പൊ ഞാൻ വന്നില്ലേ, ഇവരുടെ തന്ത്രങ്ങളൊന്നും നമ്മളടുത്ത് ഫലിക്കില്ല. ഞങ്ങൾ ഈ കയറി കുടുങ്ങി വീഴാനൊന്നും പോകുന്നില്ല. ഇനി കുറച്ചുകൂടി നല്ല ഐഡിയ ഉണ്ടെങ്കിൽ ആലോചിക്കാൻ നോക്ക്. ഞാൻ രക്ഷപ്പെട്ടു. ഈ ഐഡിയ പുതിയതാണല്ലോ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. മര്യാദക്ക് പഠിക്കാനുള്ളതൊക്കെ പഠിച്ചോ. പിന്നെ എനിക്ക് വരുന്ന ദേഷ്യം കണ്ടിട്ട് നിങ്ങൾ ആരും കരഞ്ഞേക്കരുത്. പത്തുലു, ഇനി പ്രശ്നങ്ങളൊന്നുമില്ല. നീ പഠിപ്പിക്കാൻ തുടങ്ങിക്കോ, ഞാൻ പിള്ളേരുടെ കൂടെ ഇരുന്നോളാം. എന്തായാലും മണിയടിച്ചാൽ പ്രശ്നമാവും. എന്തോന്ന് പ്രശ്നം? ഞാനിപ്പോ അടിച്ചു കാണിക്കാം. അതെന്താണ്? വരുമ്പോ കണ്ടാ മതി. അല്ല, ഈ ട്രെയിൻ എവിടേക്കാ പോകുന്നേ? കണ്ടോളൂ. ഇതിലെന്തോ പ്രശ്നമുണ്ട്. എന്തോ സംഭവിക്കാൻ പോവാണ്. എന്റെ പത്തില് നീ ഇങ്ങനെ പേടിക്കല്ലേ, ഒന്നും സംഭവിക്കില്ല. ഞാനില്ലേ ഇവിടെ. ഞാൻ പഠിപ്പിക്കില്ല. ഞാൻ ഒരിക്കലും പഠിപ്പിക്കില്ല. ഇവരൊക്കെ എന്ത് പ്രശ്നമുണ്ടാക്കിയാലും നമ്മൾ ഇവിടം വിട്ട് പോവില്ല. ഇവരെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. അത് പൂർത്തീകരിച്ചിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഞാൻ നിന്റെ കൂടെ ഉണ്ട് പത്തിലു. രാമചേട്ടാ, നിങ്ങൾ നിങ്ങളുടെ പഴയ കസേലയിൽ ചെന്ന് ഇരുന്ന് കളയല്ലേ? ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടി ടേബിളും ചെയറും കൊണ്ടുവന്നിട്ടുണ്ട്. രാമു ചേട്ടനും ക്ലാസ്സിൽ ഇനി മുതൽ ഇരുന്നോളൂ. പക്ഷെ കുട്ടികളുടെ കൂടെ കൂടി വികൃതി ഒന്നും കാണിക്കാൻ പാടില്ല. പൊളിച്ചേ. ഞാൻ ഇനി കുട്ടികളോട് ഒരു കാര്യത്തിന് നിൽക്കൂല. നിങ്ങളെല്ലാം പുലിയാണെങ്കിൽ ഈ മാസ്റ്റർ സിംഹ. കുട്ടികളെ, മറ്റുള്ളവർ ഇങ്ങനെ വീഴുമ്പോഴൊക്കെ നമ്മൾ അത് കണ്ട് ചിരിക്കാറുണ്ട്. അതുപോലെ നിങ്ങളെങ്ങാനും എക്സാമിന് തോറ്റുപോയാൽ മറ്റുള്ള കുട്ടികളൊക്കെ നിങ്ങളെ കണ്ട് ചിരിക്കും. ആർക്കും നമ്മളെ നോക്കി ചിരിക്കാനുള്ള അവസരം നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. മോട്ടുപത്തിലോ സാറന്മാരെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ മുഴുവൻ അവധിക്കാലം എന്റെ കുട്ടികളെ പഠിപ്പിച്ചെന്ന്. ഞങ്ങൾക്കും വിശ്വാസം വരുന്നില്ല. നിങ്ങളുടെ കുട്ടികൾ മര്യാദക്കാരായെന്ന് മാത്രമല്ല, വളരെയധികം ഇന്റലിജന്റും ആയിരിക്കുക. അവരെ പഠിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് ഞങ്ങളുടെ വക കുറച്ച് ചോക്ലേറ്റ് ആണ്, പിങ്കിക്കും ബണ്ടിക്കും. ഞങ്ങൾക്കും നിങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഒരുപാട് രസമായിരുന്നു. അവധിക്കാലം കഴിഞ്ഞു പോയത് പോലും ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ എക്സാമിന് വേണ്ടി തയ്യാറാണ്. ഞങ്ങൾ ഇത്തവണ ക്ലാസ്സിൽ ഫസ്റ്റ് ആകും. ഇത് ഞങ്ങളുടെ വക നിങ്ങൾക്കുള്ള ലഡു.
ലഡു എനിക്ക് ഭയങ്കര ഇഷ്ടമായത്.